സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? മോളിക്കുലാർ ഫോർമുല, സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതിക്കോ. എന്നവനെ സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്കും H2SO4 ആണ്. ഓക്കെ, അതിന്റെ മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? മോളിക്കുലാർ മാസ് ഒന്ന് നോക്കിയേ. ഹൈഡ്രജൻ 2 ഗ്രാം, സൾഫർ 32 34, ഓക്സിജൻ 16, അങ്ങനെ 4 16 × 4 48, 36 48 എത്ര വരും? അല്ല 32 34 34 98 വരും. 98. അതേപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കുന്നതെന്നും കൂടെ പഠിച്ചോണേ. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് H2SO4 അല്ലേ, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചേ. എസ് നടുക്ക് എഴുതുക, 4 ചുറ്റിനും O എഴുതുക, 4 ചുറ്റിനും O എഴുതുക, ഒരു സൈഡിൽ H എഴുതുക, ഒരു സൈഡിൽ H എഴുതുക. എന്നിട്ട് ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇവിടെ ബോണ്ട് ഇടുന്നതിന് പകരം ഇവിടെ ഇങ്ങനെ ആരോ ഇടുക. നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞൊരു ബോണ്ട് പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതായത് ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ പെയറിന് രണ്ടും ഒരു എലമെന്റ് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ അവനെയാണ് നമ്മൾ അങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടിനെയാണ് കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ സൾഫർ ആണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജന് രണ്ട് ഇലക്ട്രോണും കൊടുക്കുന്നത് സൾഫർ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. വരച്ചോ, പെട്ടെന്നാട്ടെ. അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. കിങ് ഓഫ് കെമിക്കൽസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കിങ് ഓഫ് കെമിക്കൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അതർ നെയിം എന്താണ്? വേറൊരു നെയിം എന്ന് പറഞ്ഞാൽ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നാണ്. അതർ നെയിം എന്ന് എഴുതിയിട്ട് ഓയിൽ ഓഫ് വിട്രിയോൾ. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നറിയോ ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് വിളിക്കുന്നത്? പണ്ട് മാനുഫാക്ചർ ചെയ്തത് ഗ്രീൻ വിട്രിയോൾ എന്ന് പറഞ്ഞ ക്രിസ്റ്റൽസിൽ നിന്നാണ് നേരത്തെ ആദ്യ കാലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത്, അത് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ വേണമെങ്കിൽ ഒരു റിയാക്ഷൻ കൂടെ എഴുതിക്കോ. FeSO4.7H2O. ഇവന്റെ പേരാണ് ഗ്രീൻ വിട്രിയോൾ. ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആണ് എന്താണ് Fe2SO4 പ്ലസ് SO2 പ്ലസ് SO3 പ്ലസ് 14H2O ഉണ്ടാവും. ഇത് 2 എന്ന് കൊടുക്കണേ. എന്നിട്ട് ഇവിടെ നിന്നുണ്ടായ SO3നെ അടുത്ത സ്റ്റെപ്പിൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് H2SO4 ഉണ്ടായത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീൻ വിട്രിയോളിൽ നിന്നാണ് ഈ H2SO4 ഉണ്ടായത്. അതുകൊണ്ട് അതിനെ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നാണ് വിളിക്കുന്നത്, വേറൊരു പേര്. ഓക്കെ ആണോ? അതേപോലെ തന്നെ ഫ്രീ സ്റ്റേറ്റിൽ അത് കാണപ്പെടുന്നത് എന്താണ്? ഈ നിങ്ങൾ ഹോട്ട് സ്പ്രിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചൂടുവെള്ളം ഭൂമിക്കടിയിൽ നിന്നും വരുന്ന ഒരു കൺസെപ്റ്റാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില ഏരിയയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ HClന്റെ അല്ല H2SO4ന്റെ സ്പ്രിങ്സ് ഉണ്ട്, മിനറൽ സ്പ്രിങ്സ് എന്ന് പറയും. അപ്പൊ അത് നിങ്ങൾ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പൊ നമ്മുടെ ഈ ഇപ്പൊ ഇന്ത്യയില് ഹിമാചൽ പ്രദേശ്, കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളായില്ലേ. എന്നാൽ എത്ര തണുപ്പാണെങ്കിലും അവിടുത്തെ ചില വാട്ടർ ബോഡീസ് ഭയങ്കര ചൂടായിരിക്കും. അതായത് ഐസ് കട്ടയായിട്ട് ആ സറൗണ്ടിങ്സ് ഒക്കെ ഐസ് കട്ട കിടന്നാലും ആ വെള്ളം എന്തായിരിക്കും? നല്ല തിളച്ചായിരിക്കും. അത് ഭൂമിക്കകത്തു നിന്ന് തിളച്ച വെള്ളം വരുന്നത്. അതിനെ ഹോട്ട് സ്പ്രിങ്സ് എന്നാണ് വിളിക്കുക. ഇവിടെ അതേപോലെ ചില ഏരിയയിൽ മിനറൽ സ്പ്രിങ്ങുകളുണ്ട്. ദാറ്റ് കണ്ടെയ്ൻ എന്താ? H2SO4. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ്
ഫ്രീ സ്റ്റേറ്റിൽ അത് ഉണ്ടാകുന്നത്. കമ്പൈൻഡ് സ്റ്റേറ്റിൽ അത് ബാറൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സോൾട്ട്, അതായത് ജിപ്സമായിട്ടും അല്ലെങ്കിൽ ജിപ്സത്തിൽ നിന്നും ബാറൈറ്റ്സിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് കീസറൈറ്റിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ ഇൻ ഫ്രീ സ്റ്റേറ്റ് H2SO4 is found in certain mineral spring and is formed by the action of water on certain sulfides. അതേപോലെ തന്നെ ഇൻ കമ്പൈൻഡ് സ്റ്റേറ്റ് ആസ് ബാറൈറ്റ്സ്, അതിന് നമ്മൾ ബേരിയം സൾഫേറ്റിനെയാണ് ബാറൈറ്റ്സ് എന്ന് പറയുന്നത്, BaSO4. അതേപോലെ തന്നെ ജിപ്സം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ കടകളുടെ മണ്ടയ്ക്കൊക്കെ ജിപ്സം ബോർഡില്ലേ, സീലിംഗ് ഒക്കെ ചെയ്യുന്ന ബോർഡുകളെയാണ് ജിപ്സം ബോർഡുകൾ എന്ന് പറയുന്നത്. ജിപ്സമായിട്ട് ജിപ്സമിന്റെ ഫോർമുല CaSO4.2H2O ആണ്. അതേപോലെ തന്നെ കീസറൈറ്റ് ആൻഡ് അത് MgSO4H2O. ക്ലിയർ ആണ്? ഓക്കെ, ഇനി നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഹെഡിങ് എഴുതിക്കോ, പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സാറേ അതൊന്നും അവിടെ കാണിക്കാൻ പറ്റുമായിരുന്നു? പിന്നെന്താ, താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ നോക്കിയോ, അപ്പൊ അടുത്തത് ഹെഡിങ് എഴുതിക്കോ, പ്രിപ്പറേഷൻ ഓഫ് H2SO4 നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സൾഫർ ഡയോക്സൈഡിന്റെ അക്വ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? SO2-നകത്ത് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി? അക്വ സൊല്യൂഷൻ ഓഫ് SO2 ആയി. ആ അക്വ സൊല്യൂഷൻ ഓഫ് SO2-നകത്ത് കുറച്ച് ഓക്സിജനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്താണ്? സൾഫർ ഡയോക്സൈഡിനകത്തോട്ട് വെള്ളം ഒഴിക്കുമ്പോഴാണ് അക്വ സൊല്യൂഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. അതിനെ ഓക്സിഡേഷൻ നടത്തിയാൽ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജൻ ആഡ് ചെയ്താൽ മതി, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. അപ്പം അതാണ് ആദ്യത്തെ ഇത്, ബൈ ഓക്സിഡേഷൻ ഓഫ് ആൻ aqueous solution of sulfur dioxide. അത് SO2 പ്ലസ് കുറച്ച് aqueous ആണ്, H2O പ്ലസ് O2 gives എന്താ? H2SO4. കണ്ടോ? അതായത് aqueous, ഇത് രണ്ടും കൂടെ എന്ന് പറയുമ്പോൾ ഇതാണ് aqueous solution ഓഫ് എന്താ? aqueous എന്താണ്? SO2 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാ. കാരണം എന്താ? SO2-നകത്ത് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് aqueous ആയി. അതിനെ എന്ത് ചെയ്തു? അതിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുവാണ്. കണ്ടോ? ഓക്സിജൻ കൂടെ ആഡ് ചെയ്തപ്പോൾ ഇവിടെ നിന്നുണ്ടായി H2SO4 ഉണ്ടായി. ഇവിടെ വേറൊരു ടെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നടത്താൻ നോക്കിയോ. ഈ SO2-നകത്ത്, അതായത് അക്വസ് SO2 എന്ന് പറഞ്ഞാൽ എന്താ? SO2-നകത്ത് വെള്ളം ആഡ് ചെയ്തത്, അതിനകത്ത് ക്ലോറിൻ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു, Cl2.
ഇത് ആഡ് ചെയ്താലും ഇവിടെ H2SO4 ഉണ്ടാവും. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, H2SO4 പ്ലസ് എന്താണ് HCl കൂടി ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇതിന്റെ കളർ എന്താണെന്നറിയോ? ഈ ക്ലോറിന്റെ കളർ എന്താ? ഗ്രീനിഷ് യെല്ലോ അല്ലേ? ഗ്രീനിഷ് യെല്ലോ കളർ അല്ലേ ക്ലോറിന്റെ? അത് ഫെയ്ഡ് ആവും. കാരണം എന്താ? ക്ലോറിൻ എന്തായിട്ട് മാറും അവിടെ? HCl ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ അതിന്റെ കളർ എന്ത് ചെയ്യും? ഫെയ്ഡ് ആവും. അപ്പൊ അതും കൂടെ വേണമെങ്കിൽ ഇത് ടെസ്റ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗ്രീനിഷ് യെല്ലോ കളർ ഓഫ് ബ്രോമിൻ സോറി ക്ലോറിൻ ഫെയ്ഡ്സ്. അതേപോലെ തന്നെ അടുത്തത് ബ്രോമിൻ ആഡ് ചെയ്താലും SO2 പ്ലസ് H2O ബ്രോമിൻ ആഡ് ചെയ്യുക, Br2 ആഡ് ചെയ്യുക. അപ്പോഴും എന്താ? H2SO4 പ്ലസ് എന്താ? HBr ആവുന്നത്. ഇവിടെ എങ്ങനെ അത് മനസ്സിലാക്കാന്നറിയോ? ബ്രോമിന്റെ റെഡിഷ് ബ്രൗൺ കളർ ഫെയ്ഡ് ആവും. അപ്പൊ ഇങ്ങനെ എഴുതാം, ബ്രോമിൻ റെഡിഷ് ബ്രൗൺ കളറാണ്. റെഡിഷ് ബ്രൗൺ കളർ ഓഫ് ബ്രോമിൻ ഫെയ്ഡ്സ്. ഇനി നമുക്ക് സൾഫറിനകത്തോട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്താലും H2SO4 ഉണ്ടാവും. അതും നമുക്ക് ഇവിടെ നോക്കാം. ശ്രദ്ധിച്ചോണം, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. ഇത് വളരെ ചെറിയ ചാപ്റ്ററാണ്, പെട്ടെന്ന് പഠിക്കാം. 2 ക്ലാസ് വേണ്ടി വരും നമുക്ക് എന്തായാലും. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എഴുതിയോ? എല്ലാവരും എഴുതിയോ? ബിനോബ്, സന? ഓക്കെ, ഇനി നോക്കിക്കോളൂ. അതിന്റെ രണ്ടാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൈട്രിക് ആസിഡിന് അതൊരു സൾഫർ ആഡ് ചെയ്താൽ മതി. അപ്പം ആഡിങ് സൾഫർ ടു കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് yield സൾഫ്യൂരിക് ആസിഡ്. അതായത് ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. സൾഫറിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് HNO3 ആഡ് ചെയ്യുന്നു. അപ്പൊ എന്തുണ്ടാവും? H2SO4 എന്തായാലും ഉണ്ടാവും. പിന്നെ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവും. പിന്നെ വാട്ടർ ഉണ്ടാവും. ബാലൻസ് ചെയ്തിട്ടില്ല. ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു 6, ഇവിടെ ഒരു 6 കൊടുക്കണം. നൈട്രജൻ 6, ഇപ്പുറത്ത് 6, പിന്നെ ഇവിടെ ഒരു 2. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇനിയും നമ്മൾ ഇതിന്റെ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്ന, നമ്മളെല്ലാം അവിടെ ഹേബർ പ്രോസസ് പഠിച്ചു. ഇപ്പുറത്ത് എന്താ പഠിച്ചേ? കൊമേഴ്ഷ്യൽ എന്തൊക്കെയാ പഠിച്ചേ? എന്തൊക്കെയാ മിഷേൽ പഠിച്ചേ? പറഞ്ഞേ. കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ എല്ലാത്തിന്റെ ഒന്ന് പറഞ്ഞേ. അമോണിയയുടെ നമ്മൾ ഹേബർ പ്രോസസ് പഠിച്ചു. പിന്നെന്താ? പിന്നെ ഏതൊക്കെയാ പഠിച്ചേ? എടാ, കൊമേഴ്ഷ്യൽ മാനുഫാക്ചറിംഗ് പ്രോസസ് ഏതൊക്കെ കോമ്പൗണ്ടാ പഠിച്ചത്? ആദ്യം പറഞ്ഞേ. അമോണിയ, HCl, നൈട്രിക് ആസിഡിന്റെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ പഠിച്ചായിരുന്നു. എന്തുവായിരുന്നു? ഓസ്വാൾഡ് പ്രോസസ്. അതേപോലെ തന്നെ ഇവിടത്തെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ പറയുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ്. എന്താണ്? കോണ്ടാക്ട് പ്രോസസ്. അപ്പൊ അത് എഴുതിക്കോളൂ. അടുത്തത് മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് കോണ്ടാക്ട് പ്രോസസ്. അതിന് കോണ്ടാക്ട് പ്രോസസ് എന്നാണ് പറയുന്നത്. കോണ്ടാക്ട്. അപ്പം ഇതിന്റെ സ്റ്റെപ്പ് എല്ലാം ഒന്ന് പഠിക്കണേ. അതായത് ഒന്നെന്ന് എഴുതിയിട്ട് വേരിയസ് ആദ്യം ഒരു കാര്യം, വേരിയസ് സ്റ്റെപ്പ് ഇൻ കോണ്ടാക്ട് പ്രോസസ്. അതിൽ ഒന്ന് എന്ന് എഴുതിയിട്ട് പ്രൊഡക്ഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ്.
ആദ്യം സൾഫർ ഡയോക്സൈഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിക്കോണം. ഏതെങ്കിലും ഒരു മെറ്റാലിക് സൾഫൈഡിനെ അയണിൽ റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്ത് ഈ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നതിനാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. റോസ്റ്റിംഗിന്റെ നേരെ ഓപ്പോസിറ്റിനെ കാൽസിനേഷൻ എന്ന് പറയുന്നത്. കാൽസിനേഷൻ നമ്മൾ അത് മെറ്റലർജിക്കകത്ത് പഠിക്കും, റോസ്റ്റിംഗും കാൽസിനേഷൻ. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചിന്തിച്ചാൽ മതി. എക്സസ് ഓഫ് എയറിൽ ഏതെങ്കിലും ഒരു മെറ്റാലിക് സൾഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു മെറ്റലും സൾഫറോട് ചേർന്ന ഒരു കോമ്പൗണ്ടിനാണ് മെറ്റാലിക് സൾഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റാലിക് സൾഫൈഡിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എടുത്തിട്ട് അതിനെ റോസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ എക്സസിൽ അതിനെ ഹീറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും. നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്ന മെറ്റാലിക് സൾഫൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും അയൺ പൈറേറ്റ്സ് ആണ്, FeS2 ആണ് ഇവന്റെ പേര്. ഇതൊരു മെറ്റാലിക് സൾഫൈഡ് ആണ്. മെറ്റാലിക് ശരിയല്ലേ? അയൺ മെറ്റൽ ആണ്, മെറ്റാലിക് സൾഫൈഡ് ആണിത്, സൾഫൈഡ് ആണ്. ഇവന്റെ പേരെന്ന് പറയുന്നത് അയൺ പൈറേറ്റ്സ് എന്നാണ്. അയൺ പൈറേറ്റ്സ്, അയൺ പൈറൈറ്റ്സ് ആണ്. അപ്പം ഇതിനെ എന്ത് ചെയ്യുക? റോസ്റ്റിംഗ് ആയിരുന്നു. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജന്റെ എക്സസിൽ, ഓക്സിജൻ ഒത്തിരി വേണമെന്ന് പറയുമ്പോൾ നോക്കിയോ 11O2 റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അയണിന്റെ ഓക്സൈഡ് Feയും അയണും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ Fe2O3 അയൺ ഓക്സൈഡ് ഉണ്ടാവും. പ്ലസ് സൾഫറും ഓക്സിജനും റിയാക്ട് ചെയ്യുമ്പോൾ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 8, ഇവിടെ 2. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ സിംപ്ലി സൾഫറിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓർ എന്ന് എഴുതിയിട്ട് സൾഫറിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് എടുത്താൽ മതി? S+O2 എടുത്താൽ മതി. S+O2 എന്താ? ഒന്നെങ്കിൽ അയൺ പൈറേറ്റ്സിനെ റോസ്റ്റ് ചെയ്യാം. ഈ പ്രോസസ്സിന്റെ പേര് റോസ്റ്റിംഗ് എന്നാണ്. റോസ്റ്റിംഗ്. ഓക്കെ, അങ്ങനെ സൾഫർ ഡയോക്സൈഡ് ഉണ്ടായി. അപ്പൊ സൾഫർ ഡയോക്സൈഡിനകത്ത് നമുക്ക് കിട്ടിയതിനകത്ത് കുറെ ഇമ്പ്യൂരിറ്റീസ് കാണും. നമുക്ക് ആരെ മാത്രം മതി? നമുക്ക് പ്യുവർ സൾഫർ ഡയോക്സൈഡിനെ മാത്രം മതി. അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം മാറണം. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? രണ്ടാമത്തെ സ്റ്റെപ്പ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഗ്യാസ്. അപ്പൊ എഴുതുക, ദ മിക്സ്ചർ of SO2 and air contains various impurities that must be removed. റിമൂവ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റിന്റെ എഫിഷ്യൻസി കുറയ്ക്കുക. ഇമ്പ്യൂരിറ്റീസ് ആ കാറ്റലിസ്റ്റിന്റെ എഫിഷ്യൻസി കുറയ്ക്കും. അതർവൈസ് the catalyst loses its efficiency. ഓക്കെ, ഇതിനകത്ത് കുറച്ച് കാര്യം കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം. അതായത് ആദ്യം ഈ മിക്സ്ചറിനെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്ററിനകത്തൂടെ പാസ് ചെയ്യും. അത് എഴുതിക്കോ, ഞാൻ എഴുതിയിട്ട് പറഞ്ഞുതരാം. The mixture is passed through a purifier called electric precipitator consisting of a chamber with wires at high potential. ഒരു കാര്യം ചെയ്യാമോ? ഇത് ഇത്ര എഴുതണ്ട. അതായത് മിക്സ്ചർ ഈസ് പാസ്ഡ് ത്രൂ എ പ്യൂരിഫയർ കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ. അത് മതി, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ. അവിടെ വരെ എഴുതിക്കോ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ.
and the electric charge in the purifier attracts solid particles which then are removed. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് precipitate എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വയറുണ്ട്. ആ വയറിൽ ഹൈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. അപ്പം നമ്മൾ ഈ മിക്സ്ചറിനെ അതിനകത്തോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തെ സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം എന്ത് ചെയ്യുന്നറിയാമോ, ആ ഇലക്ട്രോസ്റ്റാറ്റിക് പ്യൂരിഫയറിന്റെ എന്താണ് ആ ഇലക്ട്രിക് ചാർജ് അതിനെല്ലാം എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പൊ എന്താ, സോളിഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം ആ ഇലക്ട്രിക് ചാർജ് ഇലക്ട്രോസ്റ്റാറ്റിക് precipitate ഇലക്ട്രിക് ചാർജ് അട്രാക്ട് ചെയ്യുകയും ബാക്കി മാത്രം എന്താ, ബാക്കിക്കകത്ത് എന്താ സൾഫർ ഡൈ ഓക്സൈഡ് വീണ്ടും നമ്മൾ 2-3 പ്യൂരിഫിക്കേഷനോടുണ്ട്. അതുകൂടെ അങ്ങ് പറയാണ്. സോളിഡ് പാർട്ടികളെ എങ്ങനെ റിമൂവ് ചെയ്യുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് the mixture is then led to a water scrubber where it is completely freed from dust particles. അതായത് വാട്ടർ സ്ക്രബർ ഉണ്ട്. അതായത് അവിടുന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് precipitate-നകത്തു നിന്ന് പുറത്തിറങ്ങിയ മിക്സറിനെ വാട്ടർ സ്ക്രബറിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വെച്ചിട്ട് അതിന്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നറിയാമോ, ഈ ബാക്കി വന്ന ഈ ഒരു മിക്സ്ചറിനെ ഡ്രൈ ചെയ്യും. അത് കാരണം ഇപ്പം ഡ്രൈഡ് ആക്കിയിട്ട് അതിനകത്ത് അതിന്റെ എന്തെങ്കിലും വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈ ചെയ്യുമ്പോൾ അതങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നറിയാം ഡ്രൈ ചെയ്യുന്നത്, ഇതിന്റെ മണ്ടയ്ക്കോട്ട് H2SO4 സ്പ്രേ ചെയ്യും. H2SO4 ഒരു ഡ്രൈയിങ് ഏജന്റ്. നമ്മുടെ ശരീരത്തിൽ H2SO4 വീണാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ H2SO4 വീണാൽ എന്ത് സംഭവിക്കും? പൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള വെള്ളത്തിന്റെ കണ്ടന്റിനെ ഫുൾ എന്ത് ചെയ്യും, അതങ്ങ് വലിച്ചെടുക്കും. അപ്പൊ ആ ഭാഗം കരിഞ്ഞു. ശരിയല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഈ മിക്സർ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ H2SO4 വെച്ച് സ്പ്രേ ചെയ്യുമ്പോൾ ഇതങ്ങ് ഡ്രൈ ആവും. എന്നിട്ട് ഇതിനെ ഒരു ആർസനിക് പ്യൂരിഫയർ എന്ന് പറയുന്ന ഒരു പ്യൂരിഫയർ ഉണ്ട്, ഒരു ക്യാമറ, അതിനകത്തോട്ട് കടത്തി വിടും. അവിടെ വെച്ചിട്ട് ഈ സൾഫർ ഡയോക്സൈഡിനകത്തുള്ള ആർസനിക് ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യും, അത് വലിച്ചെടുത്ത് പ്യൂരിഫൈ ചെയ്യും. മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് അത് ബാക്കിയായിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്. It is then dried using spray of concentrated H2SO4. Then it goes to arsenic purifier where arsenic oxides is removed. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഒന്നാമത്തെ സ്റ്റേജും, അതായത് നമ്മളിപ്പോ എന്താ ചെയ്തത്, നമ്മൾ ആദ്യം സൾഫർ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്തു, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സൾഫർ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ പ്രൊഡ്യൂസ് ചെയ്ത സൾഫർ ഡൈ ഓക്സൈഡിനെ പ്യൂരിഫൈ ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ സൾഫർ ഡൈ ഓക്സൈഡ് നമുക്ക് പ്യൂരിഫൈ ചെയ്തിട്ട് ഒരു സൾഫർ ഡൈ ഓക്സൈഡ് കിട്ടി, അതിനെ നമ്മൾ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്താൻ പോവാം. നോക്കിക്കോളൂ. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എഴുതിക്കോളൂ. തേർഡ് സ്റ്റെപ്പ് എഴുതിക്കോളൂ. catalytic oxidation of sulfur dioxide. ഓക്കെ. അപ്പം അത് സിംപ്ലി ആ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്താൽ. ശരിക്കും അതെന്താ സംഭവിക്കുന്നത് അറിയോ, ആ ഡ്രൈഡ് ഗ്യാസ് മിക്സ്ചറിനെ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു കോണ്ടാക്ട് ടവർ എന്ന് പറയുന്ന ഒരു ടവർ ഉണ്ട് അതിനകത്ത്. ആ കോണ്ടാക്ട് ടവറിനകത്തൂടെ പാസ് ചെയ്യും. ആ കോണ്ടാക്ട് ടവറിനകത്ത് ആരുണ്ടെന്ന് അറിയാമോ, വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റോ അഥവാ പ്ലാറ്റിനം എന്ന് പറയുന്ന കാറ്റലിസ്റ്റോ അതിനകത്തുണ്ട്. അതുവഴി കടത്തിവിടും. എന്നിട്ട്
ആ കാറ്റലിസ്റ്റ് എന്താണ് എഴുതണം. ഓക്കെ, അപ്പൊ അതിന്റെ കൺസെപ്റ്റ് അത് എഴുതണ്ട, ഞാൻ ആ റിയാക്ഷൻ മാത്രം ഓർത്താൽ മതി. ഇതെന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മൾ ആ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള SO2-നെ നമ്മൾ ആദ്യം കടത്തി വിടുന്ന ഒരു കോണ്ടാക്ട് ടവറിനകത്ത്. ഈ കോണ്ടാക്ട് ടവറിനകത്ത് അയൺ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു അയൺ ടവർ ഉണ്ട്. അതിനകത്ത് നമ്മുടെ കാറ്റലിസ്റ്റിനെ എന്ത് ചെയ്തിരിക്കുക, വേർട്ടിക്കലായിട്ട് എന്ത് ചെയ്തിരിക്കുക, ഹാങ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പ്യൂരിഫൈ ചെയ്ത സൾഫർ ഡയോക്സൈഡിനെ കടത്തി വിടുന്നത്. അപ്പൊ എന്താവും അറിയാമോ? അത് ഹീറ്റഡ് ആവുന്നതുകൊണ്ട് തന്നെ അത് സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ എന്താണെന്നുള്ള കാര്യം ഓർത്തോണം. ഈ ഡ്രൈഡ് ആയിട്ടുള്ള ഗേഷ്യസ് മിക്സ്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോണ്ടാക്ട് ടവറിനകത്ത് കൂടെ കടത്തി വിടുന്നു. ഈ കോണ്ടാക്ട് ടവറിനകത്ത് ആരുണ്ട്? വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റോ അഥവാ പ്ലാറ്റിനം എന്ന് പറയുന്ന കാറ്റലിസ്റ്റോ അതിനകത്ത് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഇതിനകത്തൊരു സിലിണ്ടറിക്കൽ അയൺ ട്യൂബ് ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് ഇതിങ്ങനെ വേർട്ടിക്കൽ ആയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനകത്തോടാണ് നമ്മൾ കടത്തി വിടുന്നത്. അതിനകത്തൂടെ കടത്തി വിടുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഓക്സിജനോടെ കടത്തി വിടും. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അതായത് സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ആരുടെ പ്രസൻസിലാണ്? ഈ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറും എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ എഴുതുന്നുള്ളൂ: SO2 പ്ലസ് O2 റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് ഇൻ പ്രസൻസ് ഓഫ് വനേഡിയം B2O5 അഥവാ പ്ലാറ്റിനം ഏതെങ്കിലും ഒന്ന് 450 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നതിനോട് കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയാമോ? സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും, SO3. ഇത് സൾഫർ ഡയോക്സൈഡ്, ഇത് സൾഫർ ട്രയോക്സൈഡ്, ഇത് SO3 2SO3 പ്ലസ് എന്താ ഹീറ്റ്. ഈ ഹീറ്റ് പുറത്ത് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഈ റിയാക്ഷന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഹീറ്റ് പുറത്തോട്ട് ഇവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണെന്നുള്ള കാര്യം ആലോചിച്ചോണം. ഹൈലി എക്സോതെർമിക് ആണ്. അത് വേണമെങ്കിൽ എഴുതി വെട്ടേക്കണം. ഹൈലി എക്സോതെർമിക് ആണ്. ഇനിയും അടുത്ത സ്റ്റെപ്പിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അടുത്ത സ്റ്റെപ്പിനകത്ത് ഈ സൾഫർ ട്രയോക്സൈഡിനെ ഒലിയമാക്കി മാറ്റും. അതായത് SO3-നെ ഒലിയമാക്കി മാറ്റും. അപ്പൊ അത് ഒന്ന് നാലാമത്തെ എന്ന് പറയുമ്പോഴത്തേക്കും അബ്സോർപ്ഷൻ ഓഫ് സൾഫർ ട്രയോക്സൈഡ് SO3 in sulfuric acid in H2SO4. അതെന്താണെന്നറിയോ? നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൾഫർ ട്രയോക്സൈഡിനെ H2SO4-നകത്ത് നമ്മൾ എന്ത് ചെയ്യും? മിക്സ് ചെയ്യുമ്പോൾ അവിടെ H2S2O7 എന്ന് പറയുന്ന ഒലിയം ഉണ്ടാവും. ഇവന്റെ പേര് പൈറോ സൾഫ്യൂരിക് ആസിഡ് എന്നാണ്. ഒലിയം അല്ലെങ്കിൽ പൈറോ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയും. പൈറോ സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, SO3-നെ ഡയറക്റ്റ് H2O ആയിട്ട് മിക്സ് ചെയ്താൽ പോരായിരുന്നു, എന്തിനാ SO3-നകത്ത് H2SO4-നെ ആഡ് ചെയ്തിട്ട്? നമ്മൾ H2SO4-നെ പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ എന്തിനാ വീണ്ടും H2SO4 ആഡ് ചെയ്യുന്നത്? ഇത് നമ്മൾ ഓൾറെഡി വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന H2SO4 ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനകത്ത് മിക്സ് ചെയ്യാം. അതെന്തുകൊണ്ടാണെന്ന് അറിയാം? ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വാട്ടർ ആഡ് ചെയ്താലും മതിയായിരുന്നു. അതായത് ഇപ്പം H2SO4 ചേർക്കുന്നതിന് മുമ്പ് SO3 പ്ലസ് H2O ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടുന്നത്? H2SO4 തന്നെ കിട്ടുന്നത്. പക്ഷെ എന്തുകൊണ്ട് വാട്ടർ ആഡ് ചെയ്യാതെ നമ്മൾ ഇത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നടക്കുന്ന റിയാക്ഷൻ ഹൈലി എക്സോതെർമിക് ആയിരിക്കും. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ അത് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് നമ്മളത് ഒലിയം ഉണ്ടാക്കിയിട്ട് ആ ഒലിയത്തിൽ നിന്ന് പിന്നീട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അഞ്ചാമത്തേത് ഇനി എന്താ? സിംപിളി എന്ത് ചെയ്താൽ മതി? ഒലിയത്തിനകത്തോട് കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. ഡൈല്യൂഷൻ ഓഫ് ഒലിയം. അപ്പൊ എന്താ? ഒലിയം എടുക്കുന്നു, H2S2O7 എടുക്കുന്നു, അതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നു. അപ്പൊ എന്തുണ്ടാവും? H2SO4 ഉണ്ടാവും. ഇത്രയുള്ളൂ കാര്യം.
ഇനിയും അതിന്റെ കാര്യം, അതായത് നമുക്ക് വേണമെങ്കിൽ SO3 ഡയറക്റ്റ് ആയിട്ട് വാട്ടറിനെ ആഡ് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാമായിരുന്നു. അത് രണ്ട് റീസൺ ആണ്. ഒന്ന്, സൾഫ്യൂരിക് ആസിഡ് വാട്ടറിനകത്ത് സൾഫർ ട്രയോക്സൈഡ് വാട്ടറിനകത്ത് നല്ലോണം ഡിസോൾവ് ചെയ്യത്തില്ല. ഡിസോൾവ് ചെയ്യും ഒരു പരിധി വരെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഈ സൾഫർ ട്രയോക്സൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്, എക്സോതെർമിക് ആയിരിക്കും. ആ രണ്ട് റീസൺ കൊണ്ടാണ് നമ്മൾ ഈ SO3 ഡയറക്റ്റ് ആയിട്ട് H2O ആഡ് ചെയ്തിട്ട് എന്താണ് H2SO4 ആക്കി മാറ്റിയെടുക്കാത്തത്. പകരം ഈ SO3 നമ്മൾ കുറച്ച് H2SO4 ആഡ് ചെയ്തിട്ട് ഒലിയം ഉണ്ടാക്കിയിട്ട് ഒലിയത്തിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നതിന്റെ റീസൺ അതാണ്. അതും കൂടെ വേണമെങ്കിൽ ഒരു നോട്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചോ. SO3 on dissolving in water can produce H2SO4, but it does not dissolve. സാറേ വീഡിയോ ഫയൽ കാണാമോ? SO3 on dissolving water can produce H2SO4, but it does not dissolve in water satisfactorily, and it gives a lot of heat and forms misty droplets of sulfuric acid. So it is not directly absorbed by water. അപ്പം സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സൾഫർ ട്രയോക്സൈഡിനെ തൊട്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായേനെ. പക്ഷെ നമ്മൾ അങ്ങനെ ആഡ് ചെയ്തില്ല. അതിന് 2-3 റീസൺ ഉണ്ട്. അതിൽ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അത് സാറ്റിസ്ഫാക്ടറി ആയിട്ട് എന്ത് ചെയ്യത്തില്ല, ഈ വാട്ടർ SO3 വാട്ടറിനകത്ത് ഡിസോൾവ് ആകത്തില്ല. ഇനി അങ്ങനെ ഡിസോൾവ് ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഈ മറ്റേ മഞ്ഞൊക്കെ നമ്മുടെ തണുപ്പുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ നമ്മുടെ ഗ്ലാസ്സിലൊക്കെ എന്തുണ്ടാവും, മിസ്റ്റ് ഉണ്ടാകത്തില്ലേ? അപ്പൊ അതുപോലെ സർഫസിൽ വന്നിട്ട് ഈ സൾഫ്യൂരിക് ആസിഡ് ഒട്ടിപ്പിടിച്ചിരിക്കും. അതിനെ വാട്ടർ ഡിസോൾവ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. അതാണ് അത് SO3 നിന്ന് ഡയറക്റ്റ് ആയിട്ട് H2SO4 ഉണ്ടാക്കാത്തതിന്റെ കാരണം. അതുകൊണ്ടാണ് SO3 വാട്ടർ സൾഫ്യൂരിക് ആസിഡ് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തിട്ട് ഒലിയം ഉണ്ടാക്കിയിട്ട് ആ ഒലിയത്തിനെ ഡിസോൾവ് ചെയ്തിട്ട് വാട്ടർ ഡിസോൾവ് ചെയ്തിട്ട് H2SO4 ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ സൾഫ്യൂരിക് ആസിഡിനെ അപ്പൊ എങ്ങനെ ഉണ്ടാക്കിയ? സൾഫ്യൂരിക് ആസിഡിന്റെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ആയത്. നമുക്ക് സൾഫ്യൂരിക് ആസിഡിനെ ഉണ്ടാക്കാൻ ഈ മെത്തേഡ് മാത്രമേ ഉള്ളൂ? അല്ല. അപ്പം നമ്മൾ ആദ്യം 2 മെത്തേഡ് പഠിച്ചല്ലോ. HNO3 സൾഫറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും ഇത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ റിയാക്ഷൻ മാത്രം, ഇതിനകത്തെ റിയാക്ഷൻ മാത്രം പഠിച്ചാൽ മതി. പിന്നെ ആ കാറ്റലിറ്റിക് മറ്റേ അതിനകത്തൊക്കെ ചിലപ്പോൾ 1 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ എന്നുള്ളൊരു ഇതിനാണ് ഞാൻ അതും കൂടെ അങ്ങ് തന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഈ അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് എഴുതിക്കോ ഹെഡിങ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഒരു ഡോട്ട് ഇട്ടിട്ട് കളർലെസ് ആണ്. അതേപോലെ മണമില്ല, ഓർഡർലെസ് ആണ്. ODOURLES ഓർഡർലെസ് ആണ്. അതേപോലെ തന്നെ ടേസ്റ്റ് സ്ലൈറ്റ്ലി സോർ ഇൻ ടേസ്റ്റ് ആണ്. സോർ ഇൻ ടേസ്റ്റ് ആണ്. അതേപോലെ തന്നെ
നേച്ചർ ഡെൻസ് ആണ്, നല്ല കട്ടിയാണ്, കൊഴുപ്പുണ്ട്, ഡെൻസ് ആണ്, ഓയിലി ആണ്, ഓയിലി ആണ്, ഓയിലി ആണ്, ആൻഡ് ഹൈഗ്രോസ്കോപ്പിക് ആണ്, ഹൈഗ്രോസ്കോപ്പിക് ആണ്, ഹൈഗ്രോസ്കോപ്പിക് ആണ്, ഹൈഗ്രോസ്കോപ്പിക് ആണ്. പിന്നെ ഇറ്റ് അബ്സോർബ് മോയ്സ്ചർ, ഇറ്റ് അബ്സോർബ് മോയ്സ്ചർ, ഇറ്റ് അബ്സോർബ്. അതുകൊണ്ട് തന്നെ നല്ലോണം ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ വേണം എന്ത് ചെയ്യാൻ, ഇതിനെ സ്റ്റോർ ചെയ്യാൻ. മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുന്ന പറഞ്ഞാൽ വെളിയിലുള്ള ഈർപ്പത്തിനെ വരെ എന്ത് ചെയ്യും, വലിച്ച് അതിനകത്തോട്ട് അബ്സോർബ് ചെയ്യും. മനസ്സിലായോ? പിന്നെ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 338 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതൊന്നും ചോദിക്കത്തില്ല, എന്നാലും ഞാനത് പറയാണ്. മൈനസ് അല്ല കേട്ടോ, ബോയിലിംഗ് പോയിന്റ് 300 ഹൈഫൻ ഇട്ടാ അത് 332. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും 10.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി സോലുബിൾ ഇൻ വാട്ടർ ആണ്, സോലുബിൾ ഇൻ വാട്ടർ ആണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എഴുതണം. പ്യുവർ ആസിഡ് ആണെങ്കിൽ, പ്യുവർ ആസിഡ് ഈസ് ഓൾമോസ്റ്റ് നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. പ്യുവർ ആസിഡിനകത്തൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിടത്തില്ല. എന്നാൽ ഡയല്യൂട്ട് ആസിഡ് ആണെങ്കിൽ, ഡയല്യൂട്ട് ആസിഡ് ഈസ് എ ഗുഡ് കണ്ടക്ടർ. എന്തുകൊണ്ട് ഡയല്യൂട്ട് ആസിഡ് കണ്ടക്ടർ ആയത്? ഡയല്യൂട്ട് ആസിഡിനകത്ത് വാട്ടർ ചേർത്തിട്ടുണ്ട്, വാട്ടർ ഒരു കണ്ടക്ടറാണ് അല്ലേ? ഗുഡ് കണ്ടക്ടർ. മാത്രമല്ല ഡയല്യൂട്ട് ചേർക്കുന്ന സമയത്ത് ഇത് അയോൺസ് ആയിട്ട് മാറും. എന്താണ്, സൊല്യൂഷനിൽ അയോൺസ് ആണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ ഹൈലി കൊറോസീവ് ആണ്, നശിപ്പിക്കും എല്ലാം. സ്കിന്നിൽ വീണ് കഴിഞ്ഞാൽ കരിയും, സ്കിൻ ബ്ലാക്ക് ആവും. ഇതും കൂടെ എഴുതിയാല്, ഇറ്റ് ഫോംസ് എ കോൺസ്റ്റന്റ് ബോയിലിംഗ് mixture at 338 Kelvin, degree Celsius, containing 98.5% കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചർ എന്താണെന്നൊക്കെയുള്ള കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതാണ്. അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസ് എഴുതുക. കെമിക്കൽ പ്രോപ്പർട്ടീസ് ആദ്യം എഴുതേണ്ട ഏതാണെന്ന് ഒരു ഡോട്ട് ഇട്ട്, പ്യുവർ H2SO4 അയണൈസ് ചെയ്യത്തില്ല. പ്യുവർ H2SO4 എന്ന് പറഞ്ഞാൽ എന്താ? 100% H2SO4 ആയിരിക്കും, അതിനകത്ത് ഒരു തുള്ളി വാട്ടർ കണ്ടന്റ് പോലും കാണില്ല. അതിനെയാണ് പ്യുവർ H2SO4 എന്ന് പറയുന്നത്. പ്യുവർ H2SO4 ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അയോണൈസ് ചെയ്യത്തില്ല എന്നുള്ള കാര്യം ആലോചിക്കണം. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെ ഈസ് നോട്ട് ആൻ ആസിഡ് എന്നായിരിക്കും പറയുന്നത്. നോക്കിയോ, അത് ഇങ്ങനെ എഴുതിക്കോ, പ്യുവർ H2SO4, പ്യുവർ ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് എഴുതിയോ, പ്യുവർ ഹൈഡ്രജൻ സൾഫേറ്റ് ആണ്. ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറയുന്നത് H2SO4, സൾഫ്യൂരിക് ആസിഡിനെയാണ് ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറയുന്നത്. തെറ്റിപ്പോലും കേട്ടോ, ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, പ്യുവർ ഹൈഡ്രജൻ സൾഫേറ്റ്, അതായത് 100% H2SO4. അതെന്താ? ഈസ് നോട്ട് ആൻ ആസിഡ്. ആസിഡ് അല്ല, ആസിഡാന്ന് പറയത്തില്ല. കാരണം എന്താണെന്നറിയോ? ആസ് ഇറ്റ് ഡസ് നോട്ട് അയണൈസ്. ആസിഡാന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ആസിഡാന്ന് പറയണമെങ്കിൽ H+ അയോൺസ് ഉണ്ടാവണം. ഇതിനകത്ത് H+ അയോൺസ് ഉണ്ട്, പക്ഷെ അത് അയോൺസ് ആയി മാറിയാലല്ലേ H+ അയോൺസ് ഉണ്ടാവുമെന്ന് അറിയത്തുള്ളൂ. പക്ഷെ ഈ 100% ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള H2SO4
അയോണൈസ് ചെയ്യത്തില്ല. അയോണൈസ് ചെയ്യത്തില്ലെങ്കിൽ H+ അയൺസ് ഉണ്ടാകത്തില്ല. H+ അയൺസ് ഉണ്ടാകത്തില്ലെങ്കിൽ അത് ആസിഡ് അല്ല എന്നുള്ള കാര്യം പറയാൻ പറ്റും. ഇത് ഓർത്തോണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ ഇത് 2 ടൈപ്പ് സോൾട്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. കാരണം എന്താ, ഇത് 2 സ്റ്റെപ്പിലാണ് അയണൈസ് ചെയ്യുന്നത്. ആദ്യം അയണൈസ് ചെയ്യുമ്പോൾ HSO4 ഉണ്ടാവും, പിന്നീട് അയണൈസ് ചെയ്യുമ്പോഴാണ് SO4 ഉണ്ടാകുന്നത്. നമ്മളത് അവിടെ പഠിച്ചതാ. എവിടെ പഠിച്ചാന്നറിയോ? ആസിഡ് ബേസ് സോൾട്ടിനകത്ത് പഠിച്ച. ഇത് നോക്കിയോ, അതായത് അടുത്ത ഡോട്ട് ഇട്ട് ഇവിടെ നോക്കിയോ, NaCl plus H2SO4 gives ടെമ്പറേച്ചർ ബിലോ 200 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നോക്കിയേ എന്താ ഉണ്ടാകുന്നത് അറിയോ? ആസിഡ് സോൾട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. NaHSO4 പ്ലസ് എന്താ H2 ആയിരിക്കും ഉണ്ടാകുന്നത്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ H+ അയോണും HSO4 1- അയോണും ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ Na+Cl- Na+ നേരെ പോയിട്ട് ഇതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കണ്ടോ, ഇത് ആസിഡ് സോൾട്ട് ആണ്. നമ്മൾ അവിടെ പഠിച്ചതാണ്. എന്നാൽ ഈ സെയിം റിയാക്ഷൻ തന്നെ NaCl plus H2SO4 നമ്മൾ ഗ്രേറ്റർ ദാൻ 200 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന അയോൺ Na+, Cl-, H+, SO4 2- ഇവിടെ HSO4 1- ഇവിടെ SO4 2-. അപ്പൊ എന്തായിരിക്കും ഉണ്ടാകുന്നത്? Na2SO4 പ്ലസ് എന്താ H2. ഇത് നോർമൽ സോൾട്ട് ആണ്. നോർമൽ സോൾട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ആസിഡ് വാട്ടറിനകത്ത് ഒഴിച്ചിട്ടാണോ വാട്ടർ ആസിഡിനകത്ത് ഒഴിച്ചിട്ടാണോ? ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തായാലും അതിനകത്ത് വെള്ളം ഒഴിക്കുക എന്നർത്ഥം. അപ്പം വെള്ളം ആസിഡിലോട്ട് ഒഴിച്ചാണോ ഡൈല്യൂട്ട് ചെയ്യുന്നത്, ആസിഡ് വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ടാണോ? അതിന്റെ കാരണം എന്താ? വെള്ളം ആസിഡിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആസിഡ് അവിടെ കൂടുതൽ ക്വാണ്ടിറ്റി ആയിരിക്കും, എക്സോതെർമിക് റിയാക്ഷൻ നടക്കും, അവിടെ ഫ്ലാഷസ് ഉണ്ടാവും ആസിഡിന്റെ, നമ്മുടെ ദേഹത്ത് കയറിക്കും, ദേഹം പൊള്ളും. നമ്മൾ പഠിച്ചതല്ലേ? എവിടെ പഠിച്ചത്? ഇതിന് മുമ്പിലത്തെ HCl-നകത്ത് ഏതാണ്ട് പഠിച്ച അല്ലേ? അപ്പൊ അത് എപ്പോഴും ആലോചിച്ചോണം. വാട്ടർ നമ്മൾ എന്താണ് ആസിഡിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ ആസിഡ് കണ്ടന്റ് കൂടുതലും വാട്ടർ കുറവാണ്. ഒരു പാത്രത്തിൽ നിറച്ച് ആസിഡ് എടുത്ത് വെച്ചിരിക്കുക, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത്രയും വെള്ളം എന്തായാലും ഒരുമിച്ച് ഒഴിക്കത്തില്ല, കുറച്ച് വെള്ളം ഒഴിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ആസിഡ് കൂടുതലും വെള്ളം കുറവാണ്. അപ്പോൾ പൊട്ടിത്തെറിക്കും, എക്സോതെർമിക് ഹീറ്റ് ഉണ്ടാവും, സ്പ്ലാഷസ് ഉണ്ടാവും. പൊട്ടിത്തെറിക്കാന്ന് പറയുമ്പോൾ സ്പ്ലാഷ് തെറിക്കും, വെള്ളം തെറിക്കുന്ന പോലെ ആസിഡ് തെറിക്കും. തിരിച്ചാ, അപ്പം ഒരു പാത്രത്തിനകത്ത് ഒത്തിരി വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഓരോ തുള്ളി ആസിഡ് ഒഴിക്കണം വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിങ്. എന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് റിയാക്ഷൻ വലിയ നമ്മുടെ ശരീരത്തിന് പ്രശ്നമൊന്നും ഇല്ലാത്ത തരത്തിൽ നമുക്കത് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം അവിടെ വെള്ളം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, ആസിഡ് കണ്ടന്റ് കുറവും വെള്ളം കൂടുതലും ആവും, ഡൈല്യൂട്ട് ആവും പെട്ടെന്ന്. മനസ്സിലായോ? എപ്പോഴും ആലോചിക്കണം. അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഉണ്ടാകും, ഞാൻ എഴുതുന്നില്ല കേട്ടോ. അപ്പം ഒന്നാമത്തേത് നമുക്ക് ആ കെമിക്കൽ പ്രോപ്പർട്ടിയുടെ ഒന്നാമത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. അസിഡിക് പ്രോപ്പർട്ടി. അസിഡിക് പ്രോപ്പർട്ടി. അസിഡിക് പ്രോപ്പർട്ടിയിൽ ഒന്നാമത്തേത്, it reacts with metal which are above hydrogen, hydrogen in activity series to form metallic sulfate and hydrogen. അതായത് ഒന്നുമില്ല, ഏതെങ്കിലും ഒരു മെറ്റൽ ഏതെങ്കിലും ഒരു മെറ്റൽ അല്ല, റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതിനകത്ത് പഠിക്കാനുണ്ട്, ഇലക്ട്രോ കെമിസ്ട്രിക്ക് അത് പഠിക്കാനുണ്ട്. ആ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന് മുകളിലോട്ടുള്ള എലമെന്റുകൾ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൾഫേറ്റും ഉണ്ടാക്കും, ഹൈഡ്രജനും റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ തന്നെ ഇങ്ങനെയാണ് Mg എന്ന് പറയുമ്പോൾ ഹൈഡ്രജനേക്കാളും മുകളിലുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ അത് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും നോക്കിയേ, ഇവിടത്തെ അയോൺ Mg2+ ആയിട്ട് മാറും, ഇത് H+ഉം SO4 2- ആയിട്ട് മാറും.
ഈ Mg2+ ഒന്ന് SO4 2- ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ MgSO4 ഉണ്ടാവും, പ്ലസ് ഈ H+ എന്തായിട്ട് മാറും, H2 ആയിട്ട്. ക്ലിയർ ആണോ? അങ്ങനെ ഏത് മെറ്റൽ, ഹൈഡ്രജൻ മുകളിലോട്ട് ഏത് മെറ്റൽ എടുത്ത്, Fe പ്ലസ് H2SO4, അപ്പൊ എന്താ അവിടെയും FeSO4 പ്ലസ് എന്താ H2 ആണ് ഉണ്ടാകുന്നത്. പിന്നെ നോബിൾ മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും താഴെയുള്ള 2-3 മെറ്റലിനെയാണ് നോബിൾ മെറ്റൽ എന്ന് പറയുന്നത്. റിയാക്ടിവിറ്റി ഇല്ല. അതായത് ഇപ്പൊ ഗോൾഡ് ഒരു നോബിൾ മെറ്റലാണ്. ഇത് എടുത്ത് സൾഫ്യൂരിക് ആസിഡിനകത്ത് ഇട്ടാലും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇതെടുത്ത് സൾഫ്യൂരിക് ആസിഡിനകത്ത് ഇട്ടാലും എന്ത് സംഭവിക്കും? ഈ ഗോൾഡിനൊന്നും സംഭവിക്കുന്നില്ല, അവിടെ കിടക്കും. പ്ലാറ്റിനം എടുത്തിട്ടാലും ഒന്നും സംഭവിക്കത്തില്ല. അപ്പൊ അത് നോബിൾ മെറ്റൽ, അതും കൂടെ വേണമെങ്കിൽ എഴുതിക്കോ. ഡോട്ട് ഇട്ടിട്ട് നോബിൾ മെറ്റൽസ് ലൈക്ക് gold and platinum do not react with H2SO under any condition. ഏത് കണ്ടീഷനാണ് പറ്റുന്നത്, അത് വേണ്ട, under any condition എഴുതണ്ട, does not react ഒന്നും ഇല്ല. അടുത്തത് രണ്ടെന്നിട്ടിട്ട് ഇറ്റ് റിയാക്ട് വിത്ത് ബേസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? O2- അയൺസ് ഉള്ള ആൾക്കാരും ബേസ് ആണ്, OH- അയൺസ് ഉള്ള ആൾക്കാരും ബേസ് ആണ്, ശരിയല്ലേ? ഇറ്റ് റിയാക്ട് വിത്ത് ബേസ് ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ, അല്ലേ? കാരണം ഇതൊരു ആസിഡാ, ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും? സോൾട്ട് വാട്ടർ ഉണ്ടാവും, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. നമ്മളൊരു മെറ്റാലിക് സോൾട്ട് എടുക്കാം, CO, മെറ്റാലിക് ഓക്സൈഡ് എടുത്തു. ഇതിനകത്ത് ഇത് ബേസ് ആണ്, കാരണം O2- ഉണ്ട് ഇതിനകത്ത്. പ്ലസ് നമ്മുടെ H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുക, എന്തുണ്ടാവും? ഈ Cu വന്ന് SO4 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് CuSO4 ഉണ്ടാവും, പ്ലസ് ഇതെന്തായിട്ട് മാറും? H2O ആയിട്ട് മാറും. വേറൊരെണ്ണം എടുക്കാം, NaOH, ബേസ് ആണ്, പ്ലസ് എന്താ? H2SO4, എന്തുണ്ടാവും? Na2SO4 പ്ലസ് എന്താ? H2 ഉണ്ടാവും. NaSO4 എന്ന് എഴുതി വെക്കല്ലേ, കാരണം എന്താ? അയോൺസ് തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്, ശരിയല്ലേ? അതായത് Na പ്ലസും OH മൈനസും H+ഉം SO4 2- ആണ്, ഇത് തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം ആ 2 ഇപ്പുറത്ത് വരും, Na2SO4 പുറത്ത് വെച്ചോണം. അതേപോലെ തന്നെ മൂന്നാമത്തെ അതിന്റെ റിയാക്ടിവിറ്റിയിൽ, അസിഡിറ്റിയിൽ കൺസെപ്റ്റ് പറയാനുള്ളത്, ഇറ്റ് ലിബറേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഫ്രം മെറ്റാലിക് കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്. ഇപ്പൊ നമുക്ക് മെറ്റാലിക് കാർബണേറ്റ് എടുക്കാം, Na2CO3 എടുക്കാം, പ്ലസ് H2SO4 എടുക്കാം. അപ്പൊ എന്തുണ്ടാവും? എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, CO2 പ്ലസ് H2O ഉണ്ടാവും. പിന്നെന്താ? ഇതിന്റെ ഏതെങ്കിലും ഒരു സോൾട്ട്, അതായത് Na2SO4. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച തന്നെ, ശരിയല്ലേ? കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എന്തായാലും ഉണ്ടാവും. ഇനിയും ഇത് നാലാമത്തേനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സൾഫൈഡ്സുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? ഹൈഡ്രജൻ സൾഫൈഡ്സ് ഉണ്ടാവും. സൾഫൈറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ, ശരിയല്ലേ? അപ്പം ഇതിങ്ങനെ എഴുതാം, ഇറ്റ് റിയാക്ട്സ് വിത്ത് സൾഫൈഡ് ടു ഫോം ഹൈഡ്രജൻ സൾഫൈഡ്. അത് ഏതെങ്കിലും ഒരു എന്താണ്
ഒരു സൾഫൈഡ് എടുക്കുക, നമുക്ക് സോഡിയം സൾഫൈഡ് എടുക്കാം, Na2S. അത് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഉറപ്പായിട്ടും ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാവും, H2S ഉണ്ടാവും. പിന്നെ എന്തായാലും Na2SO4 സോൾട്ട്. അങ്ങനെ ഏത് സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്താലും ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാവും. ഓരോ റിയാക്ഷൻ വെച്ചേ തരുന്നുള്ളൂ, ബാക്കി ടെക്സ്റ്റിനകത്തോണ്ട് നോക്കണം. അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ എഴുതിയിട്ട് നിർത്താം, നോക്കിക്കോളൂ. അഞ്ചാമത്തേത്, അതിന്റെ അഞ്ചാമത്തെ അസിഡിറ്റിയുടെ അഞ്ചാമത്തേത്, ഇറ്റ് reacts with sulfites to form sulfites and bisulfites എന്നാണ്. Sulfites and bisulfites to form sulfur dioxide. ഏതെങ്കിലും ഒരു സൾഫൈറ്റ് എടുക്കാം, സോഡിയം സൾഫൈറ്റ് Na2SO3 ആണ്, പ്ലസ് H2SO4 റിയാക്ട് ചെയ്യാണ്. അപ്പൊ എന്തുണ്ടാവും? Na2SO4 പ്ലസ് SO2 പ്ലസ് H2 ഉണ്ടാവും. സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ആണ്, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ആണ്, ഇവല്യൂഷൻ കാണിക്കണം. ഈ സൾഫർ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ സൾഫർ ഡയോക്സൈഡ് എന്താണ് പൊല്യൂട്ടന്റ്, അതായത് അറ്റ്മോസ്ഫിയറിൽ കലർന്നു കഴിഞ്ഞാൽ അത് പൊല്യൂഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്, അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യും ഹ്യൂമൻ ഹെൽത്തിനെ. ഓക്കെ, അത് മഴയുടെ കൂടെ തിരിച്ചു വരുമ്പോൾ ആസിഡ് ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്, അപ്പൊ അതിനെയാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അത് ഡേഞ്ചറാണ്, ശരിയല്ലേ? അതുകൂടെ എഴുതിക്കോ. SO2 is poisonous and therefore cause environment pollution. And affects human health and vegetation. ഇങ്ങനെ നിർത്താം ഇന്നത്തെ ക്ലാസ്. ഒരു ക്ലാസ് കൂടെ വേണ്ടി വരും, ഒരു ക്ലാസ് നാളെ നോക്കണം, നാളെ ഇത് തന്നെ എടുത്ത്